രാജ്യത്തെ നടുക്കിക്കൊണ്ട് കാശ്മീരിലെ പഹൽഗാമിൽ ഒരു വലിയ തീവ്രവാദി ആക്രമണം നടന്നിരിക്കുകയാണ്. ഈ തീവ്രവാദി ആക്രമണത്തിൽ ടൂറിസ്റ്റുകളായ 28 പേർ കൊല്ലപ്പെടുകയും വളരെയേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 56 ഇഞ്ച് നെഞ്ചളവുള്ള വിശ്വഗുരു പ്രധാനമന്ത്രിയും ശക്തരിൽ ശക്തനായ അമിത്ഷാ ആഭ്യന്തരമന്ത്രിയും അതീവ തന്ത്രജ്ഞനായ അജിത് ഡോവൽ ദേശീയ സുരക്ഷാ അഡ്വൈസറുമായിരിക്കുന്ന ഇന്ത്യയിലാണ് വീണ്ടും ഒരു വലിയ ഭീകരാക്രമണം നടന്നിരിക്കുന്നത്. ഈ ഭീകരാക്രമണം നടന്നത് പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്ന ഒരു പ്രദേശത്ത് അല്ല, മറിച്ച് അതിർത്തിയിൽ നിന്നും വളരെ അകലെയുള്ള റോഡ് സൗകര്യങ്ങൾ പോലുമില്ലാത്ത ഒരു ടൂറിസ്റ്റ് മേഖലയായ പഹൽഗാമിലാണ് ഈ നിന്ദ്യമായ ഭീകരാക്രമണം നടന്നത്. മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന ഇവിടം അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റുകളുടെ വളരെ ഫേവറേറ്റ് ആയ ഒരു സ്ഥലമാണ്. ഈ ആക്രമണം നടക്കുമ്പോൾ ഏതാണ്ട് 2000 ടൂറിസ്റ്റുകളായിരുന്നു വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി ഇവിടെ ഉണ്ടായിരുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന ആളുകളിൽ 95% അധികവും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വന്ന ടൂറിസ്റ്റുകളായ ഹിന്ദുക്കളായിരുന്നു. 2000 ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്ന ഇവിടെ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ പോലും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ എത്ര വലിയ വീഴ്ചയാണ് ഇത് എന്ന് ഓർത്തു നോക്കണം. റോഡ് സൗകര്യമില്ലാത്തതിനാൽ കുതിരസവാരി നടത്തി വേണം ഇവിടേക്ക് എത്താൻ. അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് അതിർത്തി കടന്ന് എത്തിയ തീവ്രവാദികൾ ആക്രമണം നടത്തിയത്. ഈ മേഖലയെക്കുറിച്ച് നല്ല ധാരണയില്ലെങ്കിൽ അവർക്ക് ഇത്ര വലിയ ഒരു തീവ്രവാദ ആക്രമണം ഇവിടെ നടത്താൻ സാധ്യമല്ല. അതിന്റെ അർത്ഥം മാസങ്ങളായി ഇവർ പാകിസ്ഥാനിൽ നിന്നും അതിർത്തി കടന്ന് ഇവിടെ എത്തി ഇവിടുത്തെ ഭൂപ്രകൃതിയെല്ലാം വ്യക്തമായി മനസ്സിലാക്കി തീവ്രവാദ പ്രവർത്തനം ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ്. എന്നിട്ടും 56 ഇഞ്ച് നെഞ്ചളവുള്ള മോദിക്ക്, ആഭ്യന്തര വകുപ്പിന്റെ ചുമതല കൈയാളുന്ന അമിത്ഷായ്ക്കോ, ഇന്റലിജൻസിന്റെ ചുമതല ഉള്ള ദേശീയ സുരക്ഷാ അഡ്വൈസർ അജിത് ഡോവലിനോ ഇതിനെക്കുറിച്ച് വിവരങ്ങൾ ലഭിച്ചില്ല എന്ന് പറഞ്ഞാൽ വലിയ സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇതിനെക്കുറിച്ച് കേന്ദ്ര ഗവൺമെന്റിന് ഒരുപക്ഷെ അറിവുണ്ടായിരുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഹിന്ദുസ്ഥാൻ ടൈംസിൽ ഏപ്രിൽ 17 വന്ന ഈ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് കണ്ടോ? പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏപ്രിൽ 19 ഖത്രയിൽ നടത്താനിരുന്ന സന്ദർശനം റദ്ദാക്കിയെന്ന്. ഇനി എന്നാണ് മോദി ഖത്ര ശ്രീനഗർ ബാരാമുള്ള സെക്ഷനിലെ റെയിൽ ലിങ്ക് പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന തീയതി എന്ന് പിന്നീട് പ്രഖ്യാപിക്കും. ഈ അവസരത്തിൽ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ ഡയറക്ടർ ഇതിനെക്കുറിച്ച് ജമ്മു ആൻഡ് കാശ്മീരിന്റെ ചീഫ് സെക്രട്ടറിക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും ഇത് അറിയിച്ചുകൊണ്ട് സന്ദേശം അയച്ചു എന്ന്. അപ്പോൾ എന്തുകൊണ്ടാണ് മോദി 19 ജമ്മു കാശ്മീരിൽ നടത്താനിരുന്ന സന്ദർശനം മാറ്റിവെച്ചത്? അവിടെ ഭീകരാക്രമണം നടത്താൻ സാധ്യതയുണ്ട് എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയതുകൊണ്ടാണോ മോദി തന്റെ സന്ദർശനം മാറ്റിവെച്ചത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇന്റലിജൻസ് റിപ്പോർട്ട് ലഭിച്ചില്ലെങ്കിൽ അത് മോദി സർക്കാരിന്റെ, അമിത്ഷായുടെ, അജിത് ഡോവലിന്റെ വലിയ പരാജയമാണ്. ഇനി ഇങ്ങനെയൊരു ഇന്റലിജൻസ് റിപ്പോർട്ട് ലഭിച്ചുവെങ്കിൽ അതിന്മേൽ നടപടിയെടുക്കാത്തത്, ഈ ഭീകരാക്രമണം നടക്കുന്നതിന് മുമ്പ് തടയാത്തത് എന്തുകൊണ്ടാണ്? 2020 ഈ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് കണ്ടോ? ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത് മോദി ഭരണത്തിന് കീഴിൽ കാശ്മീർ ഏറ്റവും സമാധാനപരമായി എന്ന്. ഓർക്കണം, ജമ്മു കാശ്മീരിന്റെ സ്വയംഭരണ അവകാശം എടുത്തു കളഞ്ഞ സംസ്ഥാനമായിരുന്നു. വീണ്ടും കേന്ദ്രഭരണ പ്രദേശം ആക്കിയതാണ് മോദിയും കൂട്ടരും. ഇവിടുത്തെ സുരക്ഷയുടെ പൂർണ്ണ ചുമതല പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനും ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർക്കുമാണ്. അതിർത്തിയുടെ ചുമതല പൂർണ്ണമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവാദിത്വമാണ്. ഇവിടെ ഭീകരന്മാരാൽ കൊല്ലപ്പെട്ട ഭർത്താവിന്റെ മൃതദേഹത്തിന്റെ അരികിലിരുന്ന് കരയുന്ന ഈ യുവതിയുടെ ചിത്രം ഏവരുടെയും ഹൃദയം തകർക്കുന്നതാണ്. ആ പ്രദേശത്തെ ലോക്കൽ ആളുകൾ ഈ തീവ്രവാദ ആക്രമണത്തിൽ നിന്നും ആളുകളെ രക്ഷിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് ഇവയൊക്കെ. കർണാടകത്തിൽ നിന്നും വന്ന ടൂറിസ്റ്റുകളാണ് ഇവർ. ഈ ചിത്രത്തിൽ കാണുന്ന ഇവരുടെ ഭർത്താവിനെ തീവ്രവാദികൾ കൊലപ്പെടുത്തി. കേരളത്തിൽ നിന്നും ഉള്ള ആളുകളും ഈ തീവ്രവാദികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ തീവ്രവാദ ആക്രമണം നടക്കുമ്പോഴുള്ള ചില തത്സമയ ദൃശ്യങ്ങളാണ് ഇത്. ഈ തീവ്രവാദ ആക്രമണം നടക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി അറേബ്യയിൽ ചെന്ന് അദാനിക്ക് വേണ്ടി നിക്ഷേപങ്ങൾ സമാഹരിക്കുന്ന തിരക്കിലായിരുന്നു. അതിന്റെ ഇടയിൽ ഈ തീവ്രവാദ ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് ചെയ്ത ട്വീറ്റാണ് ഇത്. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഉണ്ടായ തീവ്രവാദ ആക്രമണത്തെ ഞാൻ ശക്തമായി അപലപിക്കുന്നു. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവരോട് ഞാൻ അനുശോചനം അറിയിക്കുന്നു. പരിക്കേറ്റവർ എത്രയും പെട്ടെന്ന് സുഖമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഈ തീവ്രവാദ ആക്രമണ ബാധിതരായ എല്ലാവർക്കും വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരും. അവരെ വെറുതെ വിടുകയില്ല. അവരുടെ ഹീനമായ അജണ്ട ഒരിക്കലും വിജയിക്കുകയില്ല. തീവ്രവാദത്തിനെതിരെ പോരാടുന്ന നമ്മുടെ തീരുമാനം അചഞ്ചലമാണ്. അത് ഒന്നുകൂടി ശക്തമാവുകയേ ഉള്ളൂ. മോദിയോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇതാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരുമെന്ന് പറയുന്ന താങ്കളും താങ്കളുടെ ഗവൺമെന്റും 2019 ഫെബ്രുവരി 14 നടന്ന പുൽവാമ ആക്രമണത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ എന്തുകൊണ്ടാണ് ഇതുവരെയും പിടിക്കാത്തത്? എന്തുകൊണ്ടാണ് 6 വർഷത്തിലധികം മുൻപ് നടന്ന പുൽവാമ ആക്രമണത്തിന് കാരണക്കാരായ ഒരാളെയും ഇതുവരെയും അറസ്റ്റ് ചെയ്യാൻ കഴിയാതിരുന്നത്? അങ്ങനെയുള്ള നിങ്ങളുടെ ഗവൺമെന്റിനെ എന്ത് അടിസ്ഥാനത്തിലാണ് ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരും എന്നുള്ള വാക്കുകളെ വിശ്വസിക്കേണ്ടത്? 6 വർഷം മുൻപ് നടന്ന തീവ്രവാദ ആക്രമണത്തിലെ പ്രതികളെ ഇതുവരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കാത്ത നിങ്ങളെ ഒരു തരത്തിലും വിശ്വസിക്കാൻ കഴിയുകയില്ല എന്നല്ലേ ഇത് തെളിയിക്കുന്നത്? ഈ തീവ്രവാദികൾ നിരപരാധികളായ ഇന്ത്യക്കാരെ കൊന്നൊടുക്കിയിട്ട് ഈസിയായി കടന്നു കളഞ്ഞു എന്ന് പറഞ്ഞാൽ എത്ര വലിയ കഴിവില്ലായ്മയാണ്. ഇന്ത്യ ടുഡേയുടെ രാജ്ദീപ് സർദേശായി ഇവിടെ പറഞ്ഞിരിക്കുന്നത് വളരെ ശരിയായ കാര്യമാണ്. 2019 പുൽവാമയ്ക്ക് ശേഷമുള്ള ഏറ്റവും ഭീകരമായ തീവ്രവാദ ആക്രമണമാണ് ഇത്. കാര്യങ്ങളെ എങ്ങനെയൊക്കെ വളച്ചൊടിക്കാൻ ശ്രമിച്ചെങ്കിലും 4 കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. 1, പാകിസ്ഥാനിൽ നിന്നും അതിർത്തി കടന്നുള്ള തീവ്രവാദം ഇല്ലാതാക്കിയിട്ടില്ല. 2, ഇത് വളരെ വലിയ ഒരു സുരക്ഷാ വീഴ്ചയും ഇന്റലിജൻസ് പരാജയവുമാണ്. 3, ടൂറിസ്റ്റുകൾ തീവ്രവാദത്തിന്റെ ഒരു സോഫ്റ്റ് ടാർഗറ്റ് ആണ്. അതിന്റെ പിന്നിലെ ലക്ഷ്യം കാശ്മീർ താഴ്വരയിലെ സാമ്പത്തിക നവീകരണത്തിന് ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന ടൂറിസം എക്കോണമിയെ നശിപ്പിക്കുകയും ഹിന്ദുക്കളെയും മുസ്ലിമുകളെയും തമ്മിൽ അടുപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. 4, ആർട്ടിക്കിൾ 370 റദ്ദാക്കുന്നതിന് മുൻപും ശേഷവും കാശ്മീർ അശാന്തമായി തുടരുകയാണ്. അതുപോലെ തന്നെ പാകിസ്ഥാന്റെ പിന്തുണയുള്ള തീവ്രവാദികൾ ആക്റ്റീവായി തുടരുന്നിടത്തോളം കാലവും വിശ്വസനീയമായ രാഷ്ട്രീയ പരിഹാരങ്ങൾ കാണാത്തിടത്തോളം കാലവും ഇത് തുടർന്നുകൊണ്ടിരിക്കും. അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്, ഇത് കേന്ദ്ര സർക്കാരിന്റെ വലിയ സുരക്ഷാ വീഴ്ചയും ഇന്റലിജൻസ് ഫെയിലിയറും ആണ് എന്നുള്ളത്. ഈ ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ചുകൊണ്ടും ഈ ഭീകരാക്രമണത്തിൽ ഇരയായവർക്ക് അനുശോചനം അറിയിച്ചുകൊണ്ടും ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള, കോൺഗ്രസ് നേതാവ് ജയറാം രമേശ്, കോൺഗ്രസ് വക്താവ് പവൻ ഖേര, വെസ്റ്റ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി, PDP നേതാവ് ഇൽത്തിജ മുഫ്തി, കേരളത്തിലെ കോൺഗ്രസ് ഷാഫി പറമ്പിൽ MP എന്നിങ്ങനെ വളരെയേറെ നേതാക്കളാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ ഇട്ടത്. ഈ വലിയ സുരക്ഷാ വീഴ്ചയുടെ ഉത്തരവാദിയും അതിർത്തി സംരക്ഷണത്തിന്റെ ചുമതലയുമുള്ള ആഭ്യന്തരമന്ത്രി അമിത്ഷാ കുറിച്ചത് പഹൽഗാമിലെ തീവ്രവാദ ആക്രമണം തനിക്ക് വലിയ മനോവേദന ഉണ്ടാക്കുന്നു, കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു, ഇതിന് ഉത്തരവാദികളായവരെ വെറുതെ വിടുകയില്ല, അവർക്ക് മേൽ ഏറ്റവും വലിയ നടപടിയെടുക്കും എന്നൊക്കെയാണ്. ഈ ആക്രമണം നടക്കാനുള്ള കാരണം തന്നെ കാശ്മീരിലെ എല്ലാ തീവ്രവാദ ആക്രമണങ്ങളും ഇല്ലാതാക്കി മോദി സർക്കാരിന്റെ കീഴിൽ കാശ്മീരിനെ സ്വർഗമാക്കി സമാധാന ഭൂമിയാക്കി എന്നൊക്കെ ഫേക്ക് ന്യൂസുകൾ മാത്രം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന അമിത്ഷായുടെയും ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും ദേശീയ സുരക്ഷാ മന്ത്രാലയത്തിന്റെയും വീഴ്ച മാത്രമാണ്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇതിനെ വളരെ ശക്തമായി അപലപിച്ചുകൊണ്ട് ഈ ഭീകരാക്രമണത്തിന് ഇരയായവർക്ക് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടും അവരുടെ ദുഃഖത്തിൽ പങ്കുകൊണ്ടും കുറിച്ചത് ഇങ്ങനെയാണ്: ഭീരുക്കളായ തീവ്രവാദികളുടെ ആക്രമണത്തിൽ ടൂറിസ്റ്റുകൾ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തത് വളരെ അപലപനീയവും ഹൃദയഭേദകവും ആണ്. ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ അനുശോചനം അറിയിക്കുന്നതോടൊപ്പം പരിക്കേറ്റവർ എത്രയും വേഗം സുഖമാകട്ടെ എന്ന് ആശംസിക്കുന്നു. രാജ്യം മുഴുവനും തീവ്രവാദത്തിനെതിരെ ഒറ്റക്കെട്ടാണ്. ജമ്മു കാശ്മീരിൽ എല്ലാം വളരെ സമാധാനപരമായി എന്ന് പൊള്ളയായ അവകാശവാദങ്ങൾ ഉന്നയിക്കാതെ ഇത്തരം പ്രാകൃതമായ സംഭവങ്ങൾ ഭാവിയിൽ ഉണ്ടാവാതിരിക്കുവാനും നിരപരാധികളായ ഇന്ത്യക്കാരുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കുവാനും വേണ്ടി ഗവൺമെന്റ് ഉത്തരവാദിത്വത്തോടെ ശക്തമായ നടപടികൾ എടുക്കേണ്ടതാണ്. സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, പുൽവാമയിലെ തീവ്രവാദ ആക്രമണം ഉണ്ടായിട്ട് 6 വർഷം കഴിഞ്ഞിട്ടും ഒരു ഉത്തരങ്ങളുമില്ല, അവിടെ സുരക്ഷാ വീഴ്ച ഉണ്ടായതിന് കാരണം ആരാണെന്നുള്ളതിനെ കുറിച്ച് യാതൊരു വ്യക്തതയും ഇല്ല. അന്ന് ജമ്മു കാശ്മീർ ഗവർണറായിരുന്ന സത്യപാൽ മാലിക് പറഞ്ഞത് മോദി പുൽവാമ ആക്രമണത്തിന്റെ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് ശബ്ദിക്കാതിരിക്കാൻ തന്നെ നിശബ്ദനാക്കാൻ ശ്രമിച്ചു.
അവർക്ക് ജമ്മു കാശ്മീരിനെ കുറിച്ച് യാതൊരു അറിവുമില്ല. അവർക്ക് രാജ്യത്ത് കുത്തനെ വർദ്ധിച്ചിരിക്കുന്ന അഴിമതിയിൽ യാതൊരു പ്രശ്നവുമില്ല. വാർത്തകളെ മൂടി വെച്ചുകൊണ്ട് ജമ്മു കാശ്മീരിൽ എല്ലാം സമാധാനപരമായി എന്ന് മോദിയും കൂട്ടരും ഫേക്ക് ന്യൂസുകൾ ഇറക്കുമ്പോഴും കഴിഞ്ഞ 10 വർഷത്തെ മോദി ഭരണത്തിന് കീഴിൽ കാശ്മീരിലും ഇന്ത്യയിലും ഉണ്ടാകുന്ന ഭീകരാക്രമണങ്ങളുടെ എണ്ണം വളരെയേറെ വർദ്ധിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് വാസ്തവം. വളരെ വലിയ സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. 2000-ലധികം അന്യ സംസ്ഥാനത്തു നിന്നുള്ള ടൂറിസ്റ്റുകൾ ഉള്ള സ്ഥലത്ത് ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ പോലും ഇല്ലായിരുന്നു എന്നുള്ളതും വളരെ വലിയ വീഴ്ചയാണ്. വെറുതെ വിടുവായത്തം പറയാതെ ഇങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കാൻ വേണ്ട യഥാർത്ഥ നടപടികൾ ഇനിയെങ്കിലും മോദി ഗവൺമെന്റ് സ്വീകരിക്കുമോ? ഈ വലിയ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആഭ്യന്തരമന്ത്രി അമിത്ഷായും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും രാജിവെക്കുമോ? ഒന്നും സംഭവിക്കുകയില്ല. ആർക്കും ഉത്തരവാദിത്തമില്ല. അതാണ് യാഥാർത്ഥ്യം.